นาวันสงกรานต์ประเพณีแต่เก่าสาวเลือดเนื้อชาวมอญตายายนั้นเคยพร่ำสอนขยันเหมือนมอนช่างเป็นสุขใจปันมอดินและมอให้ปันมอดินപട്ടായയിലെ ഒരു ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു പ്രധാന ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ബാൻ ചുക്കാവതി എന്ന് പറയുന്ന ഒരു പാലസ് കോംപ്ലക്സ് ആണ്. ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് പാലസ് കോംപ്ലക്സ് ആണ്, പക്ഷേ അതിമനോഹരമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് കണ്ടുപോകുന്ന ഒരു സ്ഥലമാണ്. ഒരു വലിയ പാലസ് കോംപ്ലക്സ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഒരു ആറബ്സിൻ്റെയൊക്കെ ഒരു പാലസ് മാതിരി ഇരിക്കുന്നതാണ് പറയുന്നത്. അത്രയും ഭംഗിയാണെന്ന്. എന്തായാലും നമുക്കൊന്ന് കാണാം അല്ലേ. അതിൻ്റെ വെളിയിൽ നിന്നുള്ള ആംബിയൻസ് തന്നെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ബാൻ ചുക്കാവതി ഒരു കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. കണ്ടില്ല, ഇവിടെ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സൊക്കെ ഉള്ളൊരു ഗാർഡൻ ഏരിയ. അങ്ങനെ ഇങ്ങനെ ഭയങ്കര രസമാണ്. ഇനി വലിയൊരു ഗാർഡനുള്ള ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് ആദ്യം. ബാൻ ചുക്കാവതി കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നു എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. ഇവിടെ കാണുന്ന ആളുകളും ഇവിടെ കാണുന്ന ഇത്രയും ടൂറിസ്റ്റ് ബസ്സുകളും അതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നേരെ വിരട്ടിയിട്ടില്ല, പക്ഷേ എങ്കിലും ഈവനിങ് ടൈമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗാർഡൻ്റെ ഭാഗത്തേക്ക് പോയി അത് കവർ ചെയ്തിട്ട് പിന്നെ അകത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല, നമുക്കിതിൽ കയറി പോകാം. ശരി, ബുഗി റൈഡ് ടു ദ ഗാർഡൻ. ബാൻ ചുക്കാവതി എന്ന് പറയുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ പാലസ് കോംപ്ലക്സും അതിൻ്റെ ചുറ്റുമുള്ള ഗാർഡനും ഒക്കെ കാണേണ്ട കാഴ്ചയാണ്. ഇവിടെ നല്ല തിരക്കായി കഴിഞ്ഞു. ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാക്കാം, കംപ്ലീറ്റ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഫുൾ
ലൈറ്റ് അപ്പ് ചെയ്ത് ബ്യൂട്ടിഫുൾ സീനറിയാണ്. ടൂറിസ്റ്റ് ബസ് കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്, ടൂറിസ്റ്റുകളെ കൊണ്ടും. അപ്പോൾ നമ്മൾ ഈ ബുഗിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാം നടന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കാണുന്നതാണ് കുറച്ചുകൂടി സൗകര്യം. ഫ്ലവേഴ്സും ലൈറ്റ്സും ഫൗണ്ടൻസും. അവിടെ ഭയങ്കര ഒരു ഫെസ്റ്റിവൽ, ഒരു കാർണിവൽ പോലെയാണ്. അവിടെ ഫുഡൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡിനും കൂടെ ചേർത്തിട്ടാണ് പാസ് എടുക്കുന്നത്. ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു സംഭവം. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നോക്കിക്കോളൂ, നമ്മൾ ഈ ഗാർഡൻ എല്ലാം ഒന്ന് ചുറ്റിയിട്ട് തിരിച്ച് നമ്മൾ അവിടെ ഉള്ളിലേക്ക് പോകും. അവിടെയാണ് ബാങ്ക്വറ്റ്, നല്ല രീതിയിലുള്ള കൗണ്ടേഴ്സൊക്കെ ആയിട്ട് ഭക്ഷണം, അതിനോടൊപ്പം ഇവിടുത്തെ കൾച്ചറൽ ഇവൻറ്റ്സും ഒക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പാസ് എടുത്താണ് അകത്ത് കയറേണ്ടത്. ഇത് കംപ്ലീറ്റ് നടന്ന് കാണുകയാണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി ലേറ്റായി. പിന്നെ എല്ലാ ലൈറ്റ്സൊക്കെ വന്നു കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഡാർക്കാകും. അതിന് മുന്നേ നമുക്കിങ്ങനെ കംപ്ലീറ്റ് കാണാം. ഓ, ബെറ്റർ ഫ്ലവേഴ്സാണ്, ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സിൻ്റെ ഗാർഡനാണ് ഇവിടെ. നമ്മളൊരു ഫെയറി ലാൻഡിൽ എത്തിയ പോലെ തോന്നുന്നില്ലേ? കംപ്ലീറ്റ് ഒരു ആലിസ് ഇൻ വണ്ടർലാൻഡ് ഫീലിംഗ് ആണ് എനിക്ക്. ശരിക്കും ഒരു നമ്മളിപ്പോൾ യുഎസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഡിസ്നി ലാൻഡൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു തോന്നലാണ് ഇവിടെ വരുമ്പോൾ. കൾച്ചറൽ ഇവൻറ്റ്സ് പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റേജിൽ നടക്കുന്നുണ്ട്. ഇവിടെ മുഴുവൻ ഇങ്ങനെ ചെറിയ ചെറിയ ഫൗണ്ടൻസ്, വാട്ടർഫാൾസ്, ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അതിനോടൊപ്പം ഈവനിങ് സമയമായി കഴിഞ്ഞാൽ ഫുൾ ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള കൾച്ചറൽ ഇവൻറ്റ്സും ഒക്കെ. നമ്മൾ ആ ഭാഗത്തേക്കെല്ലാം ഒന്ന് പോകാവേ. വീണ്ടും വാഹനത്തിൽ കയറി ബുഗിയിൽ. ഇവിടെ ഇതേ കണ്ടില്ലേ, ചെയർസ് എല്ലാം ഇട്ടിരിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ ഇരിക്കാം. ഓ, എന്തൊരു ആംബിയൻസ് ആണിത്, അതിമനോഹരം. അതിമനോഹരികളായ തായ് സുന്ദരികളുടെ നൃത്തമാണ് നമ്മൾ ഇവിടെ ഈ കൾച്ചറൽ ഇവൻറ്റ്സിൽ കാണുന്നത്. അത് കാണാനും ആസ്വദിക്കാനും ഇവിടെ അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട്.
പാലസിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും. ഒരു എന്താ പറയുക, മായാ ലോകത്തിലകപ്പെട്ട മാതിരിയുണ്ട്. എല്ലാം കളർഫുൾ, റിച്ച്, ബ്യൂട്ടിഫുൾ, അതിമനോഹരം. ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു വലിയൊരു പോർട്രേറ്റ് കാണാമല്ലോ, ഫോട്ടോഗ്രാഫ് ഇങ്ങനെ വലുതായിട്ട്. ഇത് ഇവിടുത്തെ കിങ്ങിൻ്റെയും, അത് റോയൽ, ഇപ്പോഴും കിങ്ഷിപ്പ് ഉണ്ട്, മിലിറ്ററിയാണ് ഭരിക്കുന്നതെങ്കിലും പക്ഷേ ആ കിങ്, ഇവിടുത്തെ രാജാവ് മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കെല്ലാം ഒരു ഡിന്നർ കൊടുത്ത, ഡിഗ്നിറ്ററീസിനൊക്കെ ഒരു ഡിന്നർ കൊടുത്തതിൻ്റെ ആ സമയത്ത് കമ്മമറേഷൻ എടുത്ത പിക്ചറാണ്. അതാണ് ഈ കാണുന്ന ഏറ്റവും മുകളിൽ എല്ലാം രാജാക്കന്മാരുടെ കൂടെയുള്ള ഒരു വലിയ ഫോട്ടോ. ഇതെല്ലാം എന്തൊരു ഓർണമെൻ്റലാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ കംപ്ലീറ്റ് ഫിഷ് ടാങ്ക്സ് കൊണ്ടും പൂക്കൾ കൊണ്ടും ലൈറ്റ്സ് കൊണ്ടും ഒക്കെ എന്തൊരു ഭംഗിയായ കാഴ്ച. ഇതെല്ലാം ഫോട്ടോഗ്രാഫ്സിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇതൊരു സ്പോട്ടായിട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നുണ്ട്. എന്ത് രസമല്ലേ! ആഹാ, നല്ല തിരക്കാണ് ഇവിടെ. വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഏത് ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്താലും അതിമനോഹരമായ ബാക്ക്ഗ്രൗണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഫോട്ടോസിൻ്റെ ഒരു ബഹളമാണ്. ധാരാളം സ്റ്റാച്യൂസും എല്ലാം നോക്കൂ, എന്തോ ഒരു ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഫ്ലവേഴ്സും ഫ്രൂട്ട്സും കൊണ്ട് അലങ്കരിച്ച്. ഇതിനെ പാലസ് എന്ന് വിളിക്കണോ, ഇനി ഇതെന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു അകത്തോട്ട് പോയൊരു ക്ഷേത്രം പോലെ തോന്നും ചില സമയത്ത്. എനിക്ക് ആലോചിക്കാൻ വയ്യ എന്താണ് സംഭവം. ഭയങ്കര ഒരു ഗ്രാൻഡിയർ, അതാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്. ഇതെല്ലാം തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ്. ഒരു വള്ളത്തിനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു, ഒരു വള്ളത്തിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ.
ഇവിടെ രാജാവിൻ്റെയും റാണിയുടെയും റോയൽ ഫാമിലിയുടെയും ഒക്കെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, പോർട്രേറ്റ്സ് ഉണ്ട്. അതിങ്ങനെ ചുവരുകളിലെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, ശരിക്കും ഇത് വെറും ഒരു തോണിയല്ല, ഇതൊരു അരയന്ന തോണിയാണ്. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ പൈസ, ഇതെല്ലാം ഡൊണേഷൻസ് ആണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, വാരി വിതറി ഇട്ടിരിക്കുവാണ്. വർണ്ണിക്കണം എന്ന് എനിക്കറിയില്ല. ഇത് മാത്രമല്ല, ഈ അരയന്ന തോണിയുടെ ചുറ്റിലേക്ക് നോക്കുക, ഇതെല്ലാം തന്നെ സ്കൾപ്ചേഴ്സ്. എന്ത് നല്ല സ്കൾപ്ചേഴ്സ്! ഇതിനെല്ലാം പൂക്കളും പഴങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന സ്കൾപ്ചേഴ്സ് ഒരു സൈഡ്. സമ്പൽ സമൃദ്ധിയാണ് ഇവിടെ, കണ്ടില്ലേ? ഇവരുടെ ട്രഡീഷണൽ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിലും മനോഹരമായ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോകുന്നത്. കുറച്ചുകൂടി ഗ്രാൻഡിയാണ്. ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ.